കാരുണ്യവാനായ ഒരു ഭരണാധികാരി എന്ന ലേബൽ തന്നെ നമ്മുടെ കണ്ണിലും കാഴ്ചയിലും ഹൃദയത്തിലും എപ്പോഴും നിറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്ററായ ഉമ്മൻചാണ്ടി സാറുടെ അച്ചീവ്മെന്റ്സിനെ ഇപ്പൊ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ ഓർക്കുന്ന പാലക്കാട് അവിടുന്ന് മുഖ്യമന്ത്രിമാർ വരെ മുമ്പ് അവിടെ ഉണ്ടായിട്ടും പാലക്കാട്ടെ മെഡിക്കൽ കോളേജ് എന്ന ആവശ്യം നേടിയെടുക്കാൻ ആ ജനതയെ സഹായിച്ചത് ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. കേരളത്തിന്റെ ജനങ്ങളുടെ ഹൃദയത്തിൽ മായാത്തൊരിടം തന്റെ ജീവിതകാലത്തെ ത്യാഗങ്ങൾ കൊണ്ട് ജനങ്ങൾക്കൊപ്പം താണ്ടിയ ദൂരം കൊണ്ട് അവർക്കൊപ്പം നടന്ന സമയം കൊണ്ട് സൃഷ്ടിച്ചെടുത്ത കേരളം കണ്ടതിൽ ഏറ്റവും ജനകീയനായ നേതാവ് ഉമ്മൻചാണ്ടി സാറുടെ ഓർമ്മകൾക്ക് 3 ആണ്ടാവുകയാണ്. ഈ നാട്ടിലെ എല്ലാവർക്കും ബോധ്യമുള്ളതും അറിയുന്നതുമായിട്ടുള്ളൊരു കാര്യം, ഭരണകൂടത്തിന്റെ ഒരു ചിഹ്നങ്ങളും ഭരണത്തിന്റെ ഒരടയാളങ്ങളും ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യുന്നതിന് തടസ്സമായി മാറിയിരുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് സാധാരണക്കാരനും കൈപിടിച്ച് നിർത്തി പേര് പറയാവുന്ന, പേര് വിളിച്ച് കാര്യം പറയാവുന്ന, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശിവാനിക്ക് ഉമ്മൻചാണ്ടി എന്ന് നേരിട്ട് നീട്ടി വിളിച്ച് തന്റെ സഹപാഠിയുടെ അവകാശത്തിന് വേണ്ടി, വീടിന് വേണ്ടി തുറന്നു പറയാൻ കഴിയുമായിരുന്ന കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി. വിഷ്ണുവേട്ടൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ ഒരു ഭരണാധികാരി എന്ന നിലയിലും അല്ലാത്തപ്പോഴും ഒരു പൊതുപ്രവർത്തകനായ ഒരു മനുഷ്യനായി ജീവിക്കുന്ന കാലത്തോളം എല്ലാം സഹായം തേടി, അവകാശങ്ങൾ തേടി തന്റെ മുന്നിലേക്ക് എത്തിയിരുന്ന ആളുകളെ ഇടതടവുകളില്ലാതെ നിരന്തരം മടുപ്പില്ലാതെ നിരന്തരം അവർക്ക് വേണ്ടി നടത്തിയിരുന്ന ഇടപെടലുകൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലക്ക് ഉമ്മൻചാണ്ടി സാറുടെ അച്ചീവ്മെന്റ്സിന് കേരളം ഇനിയും ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യത്തിന് ഒരു സംശയവും വേണം. കാരുണ്യവാനായ ഒരു ഭരണാധികാരി എന്ന ലേബൽ തന്നെ നമ്മുടെ കണ്ണിലും കാഴ്ചയിലും ഹൃദയത്തിലും എപ്പോഴും നിറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്ററായ ഉമ്മൻചാണ്ടി സാറുടെ അച്ചീവ്മെന്റ്സിനെ ഇപ്പൊ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ ഓർക്കുന്ന പാലക്കാട് അവിടുന്ന് മുഖ്യമന്ത്രിമാർ വരെ മുമ്പ് അവിടെ ഉണ്ടായിട്ടും പാലക്കാട്ടെ മെഡിക്കൽ കോളേജ് എന്ന ആവശ്യം നേടിയെടുക്കാൻ ആ ജനതയെ സഹായിച്ചത് ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാതെ അദ്ദേഹം അടുത്ത തലമുറക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങളും ചെയ്തിരുന്ന കാര്യങ്ങളും. അന്ന് 2011 ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഈ ചെറുപ്പക്കാർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ അവിടെ ഏറ്റവും യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒപ്പീനിയൻ വന്നത് കേരളത്തിന്റെ അന്നത്തെ ഇരിക്കുന്ന ആളുകൾ ഏറ്റവും മുതിർന്ന ആളായ ഉമ്മൻചാണ്ടി സാറിൽ നിന്നാണ്. ഓണ്ടർപ്രണർഷിപ്പിന്റെ മിഷൻ, ഈ സംരംഭകരെ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ക്യാമ്പസിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആശയങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിന് സ്റ്റാർട്ടപ്പിന്റെ കാര്യങ്ങളിൽ ഉൾപ്പെടെ, അപ്പൊ ഒരേ സമയം ഈ പറയുന്ന സാധാരണക്കാരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു വലിയ ഹൃദയം, അതേസമയം നാട് എങ്ങനെ മുന്നോട്ട് പോകുന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ള തലച്ചോറും, അത് രണ്ടും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ നേട്ടം ഉണ്ടായത് അദ്ദേഹത്തിന് മാത്രമല്ല, അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് മാത്രമല്ല, മുന്നണിക്ക് മാത്രമല്ല, ആ നേട്ടങ്ങൾ ഉണ്ടായത് ഈ നാടിനാണ്, ഈ ജനതയ്ക്കാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട. ആ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതായിരുന്നു. ഇപ്പം അദ്ദേഹം വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല സ്പോർട്സ് എന്ന് പറയുന്നത്. പക്ഷെ സ്പോർട്സിൽ ഒരു കാര്യം അടുത്ത് ചെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് വിഷ്ണുവേട്ടൻ നേരിട്ട് അനുഭവം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൊച്ചിൻ ടീമിൽ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ടീം കേരളത്തിലെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ടീമിനെ ഓൺ ചെയ്യാൻ തീരുമാനിച്ചിട്ട് അവര് കേരളത്തിനെ ബേസ് ചെയ്ത് അവരുടെ ടീമിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങുന്ന കൊച്ചിക്ക് അവർക്ക് മാച്ചിനുള്ള സ്റ്റേഡിയമായിട്ട് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊടുക്കുമ്പോഴും അവർക്ക് മാച്ച് പ്രാക്ടീസിന്, അവർക്ക് പരിശീലനം, ട്രെയിനിങ് ഗ്രൗണ്ട് ഇല്ലാത്തതിന്റെ പേരിൽ അവർക്ക് കേരളം വിട്ടു പോകേണ്ടി വരുന്ന പറയുമ്പോൾ ആർക്കും ഒരു നിർദ്ദേശം പുതുതായിട്ട് സമർപ്പിക്കാനില്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ പോയിട്ട് അദ്ദേഹത്തെ കാണുമ്പോൾ നിമിഷ നേരം കൊണ്ട് ആലോചിച്ച് നാഷണൽ ഗെയിംസിന് ആ സമയം കേരളം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ നാഷണൽ ഗെയിംസ് പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന സ്റ്റേഡിയത്തിന്റെ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ട്രെയിനിങ് പർപ്പസ് ആയതുകൊണ്ട് അന്ന് അതിന്റെ തലപ്പത്തിരുന്ന മുൻ DGPയെ വിളിച്ച് ഇങ്ങനെ ഒരു പർപ്പസ് ഇത് കേരളത്തിന് വിട്ടുപോകാൻ പാടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സാർ അത് നാഷണൽ ഗെയിംസിന്റെ അതിന്റെ ഒരു ഫെസിലിറ്റി ആണ്, അതിന്റെ ഉദ്ഘാടനത്തിന്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഉദ്ഘാടനം വേണ്ട, പരിശീലനം മതി എന്ന് തൃശ്ശൂർ കോർപ്പറേഷൻ മേയറെയും വിളിച്ചു പറഞ്ഞിട്ട് ഇവരുടെ പരിശീലനം തൃശ്ശൂർ ഷിഫ്റ്റ് ചെയ്ത് അവിടെ അവർക്ക് ഉജ്ജ്വലമായിട്ടുള്ള സ്വീകരണം കൊടുത്ത് ആ പരിശീലനം അവിടെ നടന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് അന്ന് കേരളത്തിൽ തന്നെ നിൽക്കാൻ വേണ്ടി അന്ന് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി എന്ന നിലയിൽ നടത്തിയ ഇടപെടൽ ഏതാനും മിനിറ്റുകളാണ് ഒരു പ്രയാസം പറയുമ്പോൾ അതിന്റെ പരിഹാരത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു.
അപ്പൊ അതുപോലെ അനേകം ആളുകളുടെ, ലക്ഷക്കണക്കിന് ആളുകളുടെ അനേകം കഥകൾ നമ്മൾ കേൾക്കുന്നതും അറിയുന്നതും അറിയാത്തതുമാണ്. ഇന്നലെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി അവിടെ ഇരിക്കുമ്പോൾ കൃഷ്ണദാസ് എന്ന BJP നേതാവ് വേദിയിലുണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ വിദേശത്ത് യുദ്ധസമയത്ത് കുടുങ്ങിപ്പോയ നഴ്സുമാരെ സംരക്ഷിച്ച് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ സുഷമ സ്വരാജ് മിനിസ്റ്ററുമായിട്ട് അന്ന് നടത്തിയിരുന്ന ഇടപെടലുകളും രാത്രി ഏറെ വൈകിട്ടും എത്ര വൈകിയാലും സ്പോട്ടിൽ അവൈലബിൾ ആയി ആ കാര്യത്തിന് പരിഹാരം കണ്ടെത്താൻ അദ്ദേഹം നടത്തിയ ഇടപെടൽ, അത് കൃഷ്ണദാസ് പറഞ്ഞത്, ഇദ്ദേഹം ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ അതിന് ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആളുകൾക്ക് തങ്ങളെ കൊണ്ടാവും വിധം ആ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കണമെന്ന് തോന്നുന്ന തരത്തിലുള്ള സിൻസിയറിറ്റി അത് ആളുകൾക്ക് ഫീൽ ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. വലുപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരോടും ഇടപെട്ടിരുന്ന കേരളത്തിന്റെ ജനകീയനായ, കേരളത്തിന്റെ എക്കാലത്തെയും ജനകീയനായ നേതാവിന്റെ ഓർമ്മകൾ, അത് അനുസ്മരണവും അതുപോലെ തന്നെ അയവിറക്കലും മാത്രമല്ല, അത് ഉമ്മൻചാണ്ടി സാറുടെ പേരും അദ്ദേഹത്തിന്റെ സേവനങ്ങളും, അത് ചരിത്രം മാത്രമല്ല, അത് പാസ്റ്റ് മാത്രമല്ല, അത് തന്നെയാണ് മുന്നോട്ടുള്ള വഴിയും എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയുന്നതും അത് കോൺഗ്രസ് നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും എക്കാലത്തുമുള്ള വെളിച്ചവുമായിരിക്കും. അത് കെടാതെ നിൽക്കും. പദവികൾ വിസ്മരിക്കപ്പെട്ടേക്കാം, പക്ഷെ ആ നാമം കേരളത്തിന്റെ ജനങ്ങൾ ഉണ്ടാക്കിയ, ഹൃദയത്തിലുണ്ടാക്കിയ ഇടവും അത് വിസ്മരിക്കപ്പെടുന്നില്ല. ഉമ്മൻചാണ്ടി തുടരും. പല രൂപത്തിൽ, ഒരുപക്ഷെ എല്ലാ ദിവസവും പല സന്ദർഭങ്ങളിൽ കൂടി കടന്നു വരാറുണ്ട്. അദ്ദേഹത്തെ ഓർക്കാനുള്ള അവസരങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ്, തിരുവനന്തപുരത്ത് നമ്മൾ നിൽക്കുമ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഏത് ചർച്ച വരുമ്പോഴും അവിടെ ആദ്യം വരുന്ന പേര് ഉമ്മൻചാണ്ടി സാറിൻ്റെതാണ്. VS ശിവകുമാർ അവർ ഇവിടെയുണ്ട്. അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരുന്നപ്പോഴാണ് തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് തിരുവനന്തപുരത്തിന് അനുവദിച്ചത്. അത് 10 വർഷക്കാലം ഈ ഗവൺമെന്റ് മാറ്റിവെച്ചു. K മുരളീധരൻ ആരോഗ്യമന്ത്രിയായി, VD സതീശൻ ഗവൺമെന്റ് ഉമ്മൻചാണ്ടിയുടെ കൂടി ഓർമ്മയ്ക്കാണ് അദ്ദേഹം കൊണ്ടുവന്ന തിരുവനന്തപുരത്തെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് നമ്മൾ വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ്. അതിന്റെ ചർച്ച വരുമ്പോഴും നമ്മൾ ഉമ്മൻചാണ്ടി സാറിനെ ഓർക്കും. കൊച്ചി മെട്രോ ആകട്ടെ, കണ്ണൂർ വിമാനത്താവളമാകട്ടെ, അങ്ങനെ കേരളത്തിലെ എല്ലാ മേഖലയിലും വികസനം എത്തിച്ച ഒരു ഭരണാധികാരി. അദ്ദേഹം ആൾക്കൂട്ടങ്ങളുടെ നടുവിലെ ആനുകൂല്യ വിതരണക്കാരൻ മാത്രമായിരുന്നില്ല. പലപ്പോഴും അങ്ങനെ ഒരു പ്രതീതി മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ആൾക്കൂട്ടങ്ങളിൽ ഇടയിൽ നിന്നിങ്ങനെ ആനുകൂല്യങ്ങൾ എഴുതി കൊടുക്കുന്നതാണ്. അങ്ങനെ മാത്രമല്ല, കേരളത്തിന്റെ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയിൽ കൊണ്ടുകൊണ്ട് മാത്രമാണ് എത്രയോ കാലം തിരുവനന്തപുരത്തുകാർ സ്വപ്നം കണ്ട വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായത്. പിന്നീട് പല അവകാശികൾ വന്നെങ്കിൽ ഇപ്പോഴും അദ്ദേഹത്തിലേക്ക് തന്നെയാണ് മലയാളി അതിന്റെ അവകാശം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മകൾ നിലനിർത്തുന്ന പരിപാടികൾ KPCC സംഘടിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധി തന്നെ വന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്തുന്ന പരിപാടികൾ പ്രഖ്യാപിച്ചു. അതെല്ലാം സമയബന്ധിതമായി തന്നെ നമ്മൾ ആ കാലയളവിൽ തന്നെ പൂർത്തിയാക്കി. ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മയ്ക്ക് അനുസൃതമായ പരിപാടികൾ നമ്മൾ നടപ്പിലാക്കി. ഇനിയും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന വെളിച്ചമായി ഉമ്മൻചാണ്ടി സാറ് നമ്മളോടൊപ്പമുണ്ട്. ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഇന്ദിരാ ഗ്യാരണ്ടി 5-1 ഉമ്മൻചാണ്ടി സാറിന്റെ പേരിലുള്ള 25 ലക്ഷം രൂപ വരെ ചികിത്സ സൗജന്യമാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഈ ഗവൺമെന്റിന്റെ 5 ഗ്യാരണ്ടികൾ 2 നടപ്പിലായി. പ്രിയദർശിനിയും വയോജന ഡിപ്പാർട്ട്മെന്റും. അതിലെ ആ 5 ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാരണ്ടിയാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അതും നടപ്പിലാക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. ആ ധന്യ സ്മരണകൾക്ക് മുമ്പിൽ ഞാനും ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ ശ്രീ സണ്ണി ജോസഫ് അവറുകളെ, ഉമ്മൻചാണ്ടി സാറുമായി യൂത്ത് കോൺഗ്രസ് നേതാവായ കാലം മുതൽ പരിചയമുള്ള, അദ്ദേഹത്തിന്റെ അനുയായിയായി പൊതു രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ് നമ്മുടെ പ്രിയങ്കരനായ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അവർകൾ. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും അർഹനായ, പ്രിയങ്കരനായ നമ്മുടെ എല്ലാ നേതാവായ KPCCയുടെ മുൻ അധ്യക്ഷനായ ശ്രീ VM സുധീരൻ.
അദ്ദേഹം ഉമ്മൻചാണ്ടി സാർ പലപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് VMO ഒക്കെയായി നടത്തിയ KSU യാത്രകൾ പറയാറുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരിക്കൽ പാലക്കാട് ഒരു പരിപാടിക്ക് പോയി തിരിച്ചു വരുമ്പോൾ വണ്ടിക്കൂലി ഇല്ലാത്തത് കാരണം ഒരു ലോറി ഇവര് യാത്ര ചെയ്യുകയായിരുന്നു. AK ആന്റണിയും ഉമ്മൻചാണ്ടിയും VM സുധീരനും ഒരു ഉത്സവത്തിന്റെ ഘോഷയാത്ര, കെട്ടുകാഴ്ചയുടെ ഘോഷയാത്ര വരുന്നപ്പോൾ റോഡ് ബ്ലോക്കായി. ഇവർക്ക് അല്പം ചമ്മലുണ്ട്. അറിയപ്പെടുന്ന നേതാക്കന്മാരാണ് 3 പേരും. പക്ഷെ ഒരു ലോറി ഡ്രൈവറുടെ സീറ്റിന്റെ പുറകിലിരുന്ന് യാത്ര ചെയ്ത് വരികയാണ്. അപ്പോ ഉത്സവത്തിന്റെ കൂടെ വന്ന ആളുകൾ സൈഡിലിരുന്ന VM സുധീരനെ തിരിച്ചറിഞ്ഞു. അവരോടി സുധീരൻ പറഞ്ഞ് ഓടി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മാത്രമല്ല ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ഈ ലോറിയിലുണ്ട് എന്ന് സുധീരൻ നാട്ടുകാരെ അപ്പോഴത്തേക്ക് നാട്ടുകാർ കൂടി ഇവർക്ക് അവിടെ ഇറങ്ങേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു 100 കഥകൾ സാറുമായിട്ടുള്ള യാത്രക്കിടയിൽ ശ്രീ AK ആന്റണിയുമായും വയലാർ രവിയുമായും ശ്രീ VM സുധീരനുമായും ശ്രീ MM ഹസനും ഒക്കെയായി ബന്ധപ്പെട്ടത് അദ്ദേഹം പറയാറുണ്ട്. ശ്രീ VM സുധീരനാണ് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. പ്രിയങ്കരനായ UDF കൺവീനർ, ആദരണീയനായ നമ്മുടെ എല്ലാ പ്രിയങ്കരനായ